കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 9ാം ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പന് പള്ളിവേട്ടയാണ്. രാവിലെ പതിവ് മാതിരി 3 മണിക്ക് നട തുറക്കലും നിർമാല്യം, എണ്ണാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം, സ്വർണ്ണകുംഭാഭിഷേകം, അത് കഴിഞ്ഞ് കിരീടം വെച്ച് കഴിഞ്ഞാൽ ഉടനടി ഭഗവാന്റെ നട അടച്ച് ഭഗവാന് മലർനിവേദ്യം കഴിഞ്ഞ് അലങ്കാരം കഴിഞ്ഞ് ഒരു 4 മണി 4:10 ശ്രീകോവിൽ നട തുറക്കും. അതിനുശേഷം 4:30 മണിക്ക് ഭഗവാന്റെ ഉഷനിവേദ്യമാണ്. 5:45 ഭഗവാന് ഉഷപൂജയായി. ഉഷപൂജ കഴിഞ്ഞാൽ മണിക്കിണറിനടുത്തുള്ള മുളയറയിൽ വെച്ച് മുളംപൂജ നടക്കുന്നു. ഉത്സവം 1ാം ദിവസം മുതൽ ഈ 9ാം ദിവസം രാവിലെ വരെയാണ് മുളം പൂജ. ഒരു ദിവസം 3 പൂജ, രാവിലെ 2 പൂജയും രാത്രി 1 പൂജയാണ് നടക്കുന്നത്. അപ്പോൾ 16 വെള്ളി പാത്രങ്ങളിൽ നവധാന്യങ്ങൾ വിതച്ച് അത് നല്ലോണം മുള പൊട്ടി ഒരു വിരിഞ്ഞ് ഒരു ചെറിയൊരു കാടിൻ്റെ ഒരു സമ്പ്രദായത്തിലെത്തും. മുള പൊട്ടി വിരിയും. ഈ മുളയാണ് ഭഗവാന്റെ പള്ളിവേട്ട നായാട്ട് കഴിഞ്ഞ് ഭഗവാൻ വരുമ്പോൾ മുഖമണ്ഡപത്തിലാണ് ഭഗവാനെ ശയ്യാപത്മം ഒരുക്കി അവിടെ വെള്ളിക്കട്ടിലും വെൽവെറ്റിൻ്റെ മെത്തയും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതിന് ചുറ്റുപുറം ഈ 16 വെള്ളിപ്പാലികയിൽ നവധാന്യങ്ങൾ മുളപ്പിച്ചത് ഉണ്ടാവും. അതൊരു കാടിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവും. ഭഗവാൻ അവിടെയാണ് പള്ളിവേട്ട ദിവസം പള്ളി നായാട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച അവശനായി പള്ളി ഉറങ്ങുന്നത്. അപ്പോൾ ഈ മുളംപൂജ കഴിഞ്ഞാൽ, രാവിലത്തെ മുളംപൂജ കഴിഞ്ഞാൽ ഭഗവാന്റെ ഉഷശിവേലി 3 ആന ഉണ്ടാവും. ഗംഭീരമായിട്ടുള്ള മേളപ്രദക്ഷിണമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ഒരു 9:30 മണിയോടുകൂടി ഭഗവാൻ ശ്രീകോവിലിനകത്തേക്ക് വരികയും ഭഗവാന്റെ പന്തീരടി പൂജ, പാലാഭിഷേകം, നവകം, പന്തീരടി പൂജ എന്നിവ ഉണ്ടാകുന്നു. പന്തീരടി നട തുറന്നു കഴിഞ്ഞാൽ ഉടനടി ഭഗവാന് ശ്രീഭൂതബലിയാണ്. സാധാരണ ദിവസങ്ങളിൽ 2ാം ദിവസം മുതൽ 8ാം ദിവസം കൂടി രാവിലെ സപ്തമാതൃക്കളുടെ അവിടെ ബലി തൂകുമ്പോൾ ഭഗവാനെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കാറ് പതിവുണ്ട്. പള്ളിവേട്ട ദിവസം ആ പതിവില്ല. പള്ളിവേട്ട ദിവസം ശ്രീഭൂതബലി നേരിട്ട് ബലി തൂവി പുറത്തേക്ക് വരികയും ആനപ്പുറത്ത് കയറുകയും ശ്രീഭൂതബലി മുഴുവനാക്കുകയാണ് ചെയ്യുക. 8ാം ദിവസത്തിൻ്റെ രാത്രിയിലെ മേളത്തോടു കൂടിയിട്ട്, തായമ്പകയോട് കൂടിയിട്ട് സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വയ്ക്കൽ രാവിലത്തെയും വൈകുന്നേരത്തെയും അവിടെ കഴിയും. പള്ളിവേട്ട ദിവസവും മാറാട്ട് ദിവസവും സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിക്കൽ ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. അതിനി പറയാം. അങ്ങനെ ആ ശ്രീഭൂതബലി കഴിഞ്ഞാൽ ഭഗവാന്റെ നവകാഭിഷേകം, ഉച്ചപൂജ കഴിഞ്ഞിട്ട് ആ ഭഗവാന് അലങ്കാരമാണ് കളഭാലങ്കാരം. ഈ കളഭാലങ്കാരമാണ് പിറ്റേ ദിവസം നിർമാല്യം വരെ കാണുക. അത് കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പന് ഒരു 3:30 മണി 4 മണിയോട് കൂടിയിട്ട് യാത്രാബലിയാണ് നടക്കുന്നത്. ക്ഷേത്രം ഓദിക്കനാണ് ആ ചടങ്ങ് നടത്തുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം വഹിച്ച ആ തങ്കത്തിടമ്പ് കീഴ്ശാന്തി നമ്പൂതിരി എടുത്ത് ശ്രീഭൂതബലിയോട് കൂടിയിട്ട് എഴുന്നള്ളിക്കുന്നു. അത് എഴുന്നള്ളിച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 5 മണിയോടുകൂടി ആ കൊടിമരച്ചോട്ടിൽ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. നെറ്റിപ്പട്ടം, വെൺചാമരം, വെൺകൊറ്റക്കുട, ആലവട്ടം, വലിയ മാലകളും വനമാല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ ചാർത്തി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. ഭഗവാനെ ആ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് അവിടെ പഞ്ചമദ്ദള കേളി, കൊമ്പുപറ്റ്, കുഴലുപറ്റ് വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് ഉണ്ടാകും. ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അധികം ആ പടിഞ്ഞാറേ നടയിൽ കൂടിയാണ് ഭക്തജനങ്ങളെ അകത്തേക്ക് കയറ്റുക. എന്നിട്ടാണ് പ്രദക്ഷിണമായിട്ട് ആ പഴുക്കാമണ്ഡപത്തിൽ ദർശനം നടത്തി പുറത്തേക്ക് കിഴക്കേ ഗോപുരം വഴി അങ്ങോട്ട് പോവുകയാണ് പതിവ്. 6 മണി 6:10 കൂടിയിട്ട് ഭഗവാന്റെ ദീപാരാധനയായി. ഇന്നേ ദിവസം പള്ളിവേട്ട ദിവസവും മാറാട്ട് ദിവസവും മാത്രം ശ്രീകോവിലിന് പുറത്ത് വെച്ച് പഴുക്കാമണ്ഡപത്തിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന. വിശേഷാൽപ്പെട്ട ഈ ദീപാരാധന നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗോപാലകന്മാരായ കീഴ്ശാന്തി നമ്പൂതിരിമാരാണ്.
ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്തത സഹചാരി, ഗുരുവായൂരപ്പനെ കയ്യും പിടിച്ച് ഏത് സമയം ആനപ്പുറത്ത് കയറ്റലും അതേമാതിരി ഭഗവാന് വേണ്ട ആ കുട്ടികൾക്ക് വേണ്ടത് മുഴുവൻ ചെയ്തു കൊടുക്കുന്ന ആ ഒരു സന്തത സഹചാരി എന്നോ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയ്ക്കോ ഒരു ഗോപാലകൻ എന്നുള്ള നിലയ്ക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭഗവാന്റെ സ്വന്തമാണ് ആ കീഴ്ശാന്തി. ആ കീഴ്ശാന്തിക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ശ്രീ ഗുരുവായൂരപ്പന് ദീപാരാധന നടത്തുക എന്നുള്ളത്. ഏതൊരു കീഴ്ശാന്തിയുടെ ഒരു മോഹമാണ് ഭഗവാന് ദീപാരാധന നടത്തുക എന്നുള്ളത്. അന്നേ ദിവസം ആ 6 മണി 6:10 ദീപാരാധന നടത്തിക്കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ ഗ്രാമബലിക്കായി പുറത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു. അത് സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളിക്കുന്നത്. 6-ാം വിളക്ക് മുതൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് മുഴുവൻ സ്വർണ്ണക്കോലത്തിലാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കോലം വഹിക്കാൻ ഏറ്റവും ഉത്തമനായ ഗജവീരനെയാണ് ദിവസം ഏർപ്പാടാക്കിയത്. 5 ആനകളുണ്ടാവും. ഈ 5 ആനയുടെ മുകളിലും നെറ്റിപ്പട്ടം കെട്ടി വെഞ്ചാമരം, മാലവട്ടം, വെൺകൊറ്റക്കുട എല്ലാം ഉണ്ടാവും. ഒരു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പാണ്. അപ്പോൾ 6 മണി 6:30 ഈ കോലം ആനപ്പുറത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര മേളമാണ് നടക്കുന്നത്. ആ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നിറപറ ചൊരിഞ്ഞ് നിലവിളക്ക് വെച്ച് ഭഗവാനെ എതിരേൽക്കുന്നു. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഉത്സവം തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ഗ്രാമവീഥികളെല്ലാം ഓരോ സ്ഥാപനങ്ങളും ഓരോ വ്യക്തികളും വൈദ്യുതി അലങ്കാരം നടത്തിയിട്ടുണ്ടാവും, കമാനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് അവനവനെ കഴിയാവുന്ന വിധത്തിൽ ഭഗവാനെ എതിരേൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ ഗുരുവായൂരമ്പലം, അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഈ സമയത്തൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരിക, ഇതിലൊക്കെ പങ്കെടുക്കുക, അത് നമുക്ക് കിട്ടുന്ന ഒരു ജന്മപുണ്യമായിട്ട് കണക്കാക്കണം. അപ്പോൾ പള്ളിവേട്ട ദിവസം ഈ മേളത്തോടുകൂടി ഭഗവാൻ മന്ദം ആ മേളപ്രദക്ഷിണത്തോടെ അടകമ്പടിയോടുകൂടി കുളപ്രദക്ഷിണമായി വരികയും വരുന്നവർ സ്ഥലത്തൊക്കെ നിറപറ ചൊരിഞ്ഞ് ഭഗവാനെ എതിരേൽക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇതിനു മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ രാജാവിനെമാരെയാണ്, ചക്രവർത്തിയെമാരെയാണ് ഭഗവാൻ എഴുന്നള്ളി വരിക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഭടന്മാർ വേണം. അപ്പോൾ ആ രാജകീയ വേഷത്തിൽ ഉള്ള കൃഷ്ണനാട്ടം കലാകാരന്മാരാണ് ഭടന്മാരുടെ വേഷമേന്തി വാളും പരിചയമേന്തി ഭഗവാനെ അകമ്പടി സേവിക്കുന്നത്. ക്ഷേത്രമൂരാളനും ഉണ്ടാവും മുമ്പിൽ ഭഗവാനെ കൊണ്ട് നടക്കാൻ. അങ്ങനെ നിറപറ ഏറ്റുവാങ്ങി ഭഗവാൻ കുളപ്രദക്ഷിണമായി വന്ന് ഏകദേശം ഒരു 10 മണിയോടുകൂടി ഈ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഭഗവാൻ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരം വഴി ഉള്ളിലേക്ക് വരികയും ബാക്കി 4 ആനകളും പിരിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ സ്വർണ്ണക്കോലം കയറ്റിയ ഒരു ആന മാത്രമാവും. അത് കിഴക്കേ ഗോപുരത്തിൽ കൂടി അകത്തേക്ക് വരികയും അകത്ത് നിന്ന് പ്രദക്ഷിണമായി വന്ന് വടക്കേ നടക്കിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേളം അവസാനിക്കുകയും ആ ആനപ്പുറത്ത് നിന്ന് കോലം ഇറക്കുകയും ആ കോലത്തിൽ നിന്ന് തിടമ്പ് മാറ്റി ആ തിടമ്പുമായി വേറൊരു ആനയുടെ മുകളിൽ ഭഗവാനെ കയറ്റുകയും ഭഗവാൻ പള്ളിവേട്ടയ്ക്കായി പുറപ്പെടുകയും ചെയ്യുന്നു. ഭഗവാൻ ആ പള്ളിവേട്ടയ്ക്കായി 12 കുത്തുവിളക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് പോകുന്നത്. മാരാർ ശംഖുണ്ടാവും, ചേങ്ങിലുണ്ടാവും, ചെണ്ട ഉണ്ടാവും, എല്ലാം ഒറ്റ കൊട്ടിയിട്ടാണ്, വലന്തല കൊട്ടിയിട്ടാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് കിടക്കുന്നത്. ഈ സമയത്ത് ഭക്തജനങ്ങൾക്കെല്ലാം മനസ്സിൽ ഭഗവാന്റെ പള്ളിവേട്ടയെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക അനുഭൂതിയും ആണ് ആ സമയത്തൊക്കെ ഉണ്ടാവുക. ഒരു പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷമാണ്. ആ ക്ഷേത്ര ഗോപുരം കടന്ന് പുറത്തേക്ക് കടന്ന് ഏകദേശം ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരായ എല്ലാവരും പക്ഷി മൃഗാദികളുടെ വേഷം കെട്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അത് ഓരോരോ ഭക്തന്മാരുടെയും പ്രാർത്ഥനയാണ്. എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറുവാനും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേടുവാനും ഒക്കെ ഭഗവാനുള്ള പ്രാർത്ഥനയുടെ ഭാവത്തിലാണ് ഓരോരോ ആൾക്കാരും ആ പക്ഷി മൃഗാദികളുടെ വേഷം കെട്ടുന്നത്. ആ കല്യാണ മണ്ഡപത്തിന് അവിടെ എത്തി മാരാർ ശംഖു വിളിക്കുകയും പുതിയേടം പിഷാരോട് ചോദിക്കും മാനുഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയും അതോടുകൂടി മാനുഷങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാനുഷങ്ങളെ മുഴുവൻ മുന്നിലേക്ക് ഓടുകയും ചെറിയ ചെറിയ വേഷങ്ങളെ ആണ് ഉണ്ടാവുക. വലിയ വേഷങ്ങളാണെങ്കിൽ ഒരു 2 ആളോ 3 ആളൊക്കെ പിടിക്കേണ്ടതാണെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് 3 പ്രദക്ഷിണം കഴിഞ്ഞാൽ ആ വേഷങ്ങളെല്ലാം പുറത്തേക്ക് പോകേണ്ടതാണ്. ഭഗവാൻ അന്ന് 9 പ്രദക്ഷിണമാണ് ആനയോട്ടമുള്ളത്. ആ പക്ഷിമൃഗാദികളെല്ലാം
അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഭഗവാന്റെ തിടമ്പ് വെച്ച ആനയും ഉള്ളിലേക്ക് വരുന്നു. മാരാരിൻ്റെ വലന്തല ശംഖുവോട് കൂടിയിട്ട് വലന്തല കൊട്ടി ആനയുടെ മുമ്പിൽ ഓടുകയും 9 പ്രദക്ഷിണം ഓടിക്കഴിഞ്ഞാൽ ഭഗവാൻ ഒരു പന്നിയെ അമ്പെയ്തു വീഴ്ത്തി എന്നുള്ള സങ്കല്പത്തിൽ ഒരു പന്നിയെ ഒരു വലിയൊരു മുളയുടെ മുകളിൽ കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്യുന്നു. അങ്ങനെ പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിതനായ ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് വരികയും ആ നമസ്കാര മണ്ഡപത്തിലെ ശയ്യാപത്മമിട്ട് വെള്ളിക്കട്ടിൽ വെച്ച് വെൽവെറ്റ് മെത്ത വിരിച്ച് ഒരു ചെറിയ കട്ടിൽ അതിൽ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഭഗവാന് അതിന് ചുറ്റോറുമാണ് നവധാന്യങ്ങൾ വിതച്ച ആ മുള പൊട്ടി കാടിൻ്റെ അന്തരീക്ഷത്തിൽ ഉള്ളതെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അവിടെ ശ്രീ ഗുരുവായൂരപ്പൻ വന്ന് അവിടെ പള്ളി ഉറങ്ങുന്നു. ഈ ദിവസം പള്ളി ഉറക്കെ കഴിഞ്ഞാൽ ഭഗവാന്റെ നാഴികമണി പോലും അടിക്കില്ല. അന്തരീക്ഷം മുഴുവൻ നിശബ്ദതയിലായിരിക്കും. യാതൊരു തരത്തിലുള്ള ശബ്ദവും അന്ന് അവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഭഗവാൻ ക്ഷീണിച്ച അവശനായി പള്ളി ഉറങ്ങുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് പള്ളി ഉറങ്ങുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ ഈ പള്ളിവേട്ട കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആറാട്ടാണ്. ആറാട്ട് ദിവസം നേരം വൈകിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഉണരുന്നത്. അതും പശുക്കിടാവിൻ്റെ കരച്ചിൽ കേട്ട് പശുക്കിടാവിനെ കണി കണ്ടുകൊണ്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഉണരുന്നത്. ആറാട്ടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതാണ്. നാളെ വൈകുന്നേരം ആ വീഡിയോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ടയെ പറ്റിയിട്ടുള്ള അതാണ് വിവരങ്ങളാണ് തന്നത്. ഗുരുവായൂരപ്പൻ്റെ 9ാം ദിവസമാണ് പള്ളിവേട്ട. അപ്പോൾ എല്ലാ ഭക്തന്മാരും രാവിലെ മുതൽ തന്നെ വരിക. ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകളാണ് ഇത് മുഴുവൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിലെ ചടങ്ങുകളെല്ലാം ഉച്ചയോടുകൂടി കഴിയും. പിന്നെ വൃന്ദാവനം ഓഡിറ്റോറിയത്തിലെല്ലാം ഇന്ന് 8ാം വിളക്കോട് കൂടി അത് കഴിഞ്ഞിട്ടുണ്ടാവും. തിരുവാതിരക്കളികൾ അതും കഴിഞ്ഞിട്ടുണ്ടാവും. അന്നദാനം ഗംഭീരമായിട്ടുള്ള കഞ്ഞിയും പുഴുക്കും വിഭവസമൃദ്ധമായിട്ടുള്ള തന്നെ എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. രാവിലെ 9 മണിക്ക് അത് തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണി 3 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഗുരുവായൂർ വരുന്നവർ ഭഗവാനെ ദർശനം നടത്തി കഞ്ഞിയും പുഴുക്കും കഴിച്ച് മാത്രമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മനസ്സും വയറും നിറഞ്ഞിട്ട് വേണം നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഗുരുവായൂരപ്പനെ വിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുവാൻ. അപ്പോൾ പള്ളിവേട്ട വിശേഷങ്ങളായി നാളത്തെ ആറാട്ട് വിശേഷങ്ങളുമായി നാളെ വരുന്നതാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.